ഇനി കാൽപാദങ്ങൾ ചരിത്രം എഴുതുന്ന നാളുകൾ. ലോകം ഒരൊറ്റ പന്തിലേക്ക് ചുരുങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. വീറും വാശിയും വൈകാരികതയും നിറഞ്ഞ കളിക്കളങ്ങളിൽ ലോക ഫുട്ബോളിൻ്റെ സിംഹാസനം തേടി വമ്പന്മാർ പൊതിഞ്ഞിറങ്ങുകയാണ്. ഓരോ പാസിലും ഓരോ ടാക്കിളിലും തീ പാറുന്ന പോരാട്ടങ്ങളിൽ പ്രവചിക്കുന്ന മറ്റൊരു ഫുട്ബോൾ പൂരം. അവിടെ തുകൽ പന്തിനെ പ്രണയിച്ച കാൽപ്പനിക ഫുട്ബോളിൻ്റെ വക്താക്കൾ സാമ്പാ താളത്തിൻ്റെ മാസ്മരികതയുമായി കാനറികൾ വീണ്ടും എത്തുന്നു. ലക്ഷ്യം മറ്റൊന്നുമല്ല, 6ാം ലോക കിരീടമെന്ന ബ്രസീലിൻ്റെ വിശ്വസ്വപ്നം. തന്ത്രങ്ങളും പ്രതിരോധ കോട്ടകളും തകർത്തെറിയാൻ ബ്രസീലിയൻ കോട്ടയിലെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം ഇത്തവണ സജ്ജമായി കഴിഞ്ഞു. നെയ്മർ ഡിസാൽവ സാന്റോസ് ജൂനിയർ. തനതായ ബ്രസീലിയൻ ശൈലിയിൽ പന്തിനെ വായുവിൽ നൃത്തം ചെയ്യിക്കുന്ന ആ 10ാം നമ്പറുകാരൻ ഇത്തവണ കളത്തിലിറങ്ങുന്നത് വെറുമൊരു കപ്പിന് വേണ്ടിയല്ല, ചരിത്രം തിരുത്തിക്കുറിക്കാൻ വേണ്ടിയാണ്. ഫുട്ബോൾ ചരിത്രത്തിലെ ഇതിഹാസങ്ങളായ പെലെയുടെയും റൊണാൾഡോയുടെയും വമ്പൻ റെക്കോർഡുകൾ തകർക്കാൻ കാത്തിരിക്കുന്ന നെയ്മറെ ഈ ലോകകപ്പിൽ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മഞ്ഞക്കുപ്പായത്തിൽ സാമ്പാ താളത്തിൽ ബ്രസീൽ ലോകകപ്പിൽ 6ാം മുത്തമിടുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നെയ്മർ ബ്രസീൽ ടീമിലേക്ക് തിരിച്ചെത്തിയത് ടീമിന്റെ കിരീട പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയിരിക്കുകയാണ്. ഡ്രിബ്ലിങ്ങിലൂടെ രാജകുമാരൻ ഇത്തവണ ബ്രസീലിനെ കപ്പിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. പഴയ സുവർണകാലത്തിലേക്ക് ബ്രസീലിനെ തിരികെ കൊണ്ടുപോകുന്ന പ്രകടനം നടത്താൻ നെയ്മർക്ക് സാധിക്കുമെന്ന് തന്നെ കരുതാം. ഫിഫ ലോകകപ്പിലെ ബ്രസീലിന്റെ ഗോൾ വേട്ടക്കാരിൽ പെലെയുടെ റെക്കോർഡ് തകർക്കാനുള്ള അവസരം നെയ്മറെ കാത്തിരിക്കുകയാണ്. ലോകകപ്പിൽ ബ്രസീലിനായി കൂടുതൽ ഗോൾ നേടിയ താരം റൊണാൾഡോയാണ്. 15 ഗോളുകളാണ് റൊണാൾഡോ നേടിയിട്ടുള്ളത്. 12 ഗോളുകളാണ് പെലെ നേടിയിട്ടുള്ളത്. നെയ്മറുടെ പേരിൽ നിലവിൽ 8 ഗോളുകളാണുള്ളത്. ഇത്തവണത്തെ ലോകകപ്പിൽ 5 ഗോളുകൾ നെയ്മർക്ക് നേടാനായാൽ പെലെയെ മറികടക്കാനാവും. നെയ്മർ സമീപകാലത്തായി മികച്ച ഫോമിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റെക്കോർഡ് നേടിയെടുക്കുക പ്രയാസമാവില്ല. സാന്റോസിനൊപ്പം തകർത്താടുന്ന നെയ്മർക്ക് പരിക്കിൻ്റെ ഭീഷണിയുണ്ട്. നെയ്മറെ പോലെ കരിയറിൽ ഇത്രത്തോളം പരിക്ക് വേട്ടയിടിയ മറ്റൊരു താരവുമില്ലെന്ന് പറയാം. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും മെസ്സിക്കുമൊപ്പം ചേർത്ത് വായിക്കപ്പെടേണ്ട പേരുകളിൽ ഒന്നായിരുന്നു നെയ്മറുടേത്. എന്നാൽ പരിക്കുകളാണ് താരത്തിൻ്റെ കരിയറിനെ പിന്നോട്ടടിച്ചത്. ഇത്രയും നാളത്തെ നിരാശകൾ ഇത്തവണത്തെ ലോകകപ്പിൽ കപ്പടിച്ചു തീർക്കാൻ നെയ്മർക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ബ്രസീലിൻ്റെ 10ാം നമ്പർ ജേഴ്സി നെയ്മർക്ക് അവകാശപ്പെട്ടതാണ്. ഐതിഹാസിക താരങ്ങളിൽ അണിയുന്ന 10ാം നമ്പർ അണിഞ്ഞ് തൻ്റെ 4ാം ലോകകപ്പിനാണ് നെയ്മർ തയ്യാറെടുക്കുന്നത്. 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് ബ്രസീലിനൊപ്പം 4 ലോകകപ്പ് കളിച്ച പെലെക്കൊപ്പം എത്താനുള്ള അവസരമാണ് നെയ്മറെ കാത്തിരിക്കുന്നത്. ഈ ലോകകപ്പിലെ ആദ്യ മത്സരത്തോടെ തന്നെ നെയ്മർക്ക് ഇത് സാധ്യമാകുമെന്ന് തന്നെ കരുതാം. ബ്രസീലിനായി 80 ഗോളുകൾ നേടുന്ന ആദ്യത്തെ താരമായി മാറാനുള്ള അവസരവും നെയ്മറെ കാത്തിരിക്കുകയാണ്. നിലവിൽ 79 ഗോളുകളോടെ നെയ്മർ തന്നെയാണ് തലപ്പത്തുള്ളത്. ഒരു ഗോൾ കൂടി നേടിയാൽ 80 ഗോൾ ക്ലബിലെത്തുന്ന ആദ്യത്തെ ബ്രസീൽ താരമായി മാറാൻ നെയ്മർക്ക് സാധിക്കും. എന്നാൽ 100 ഗോൾ ക്ലബിലേക്ക് എത്താനുള്ള കളി മികവ് നെയ്മർക്ക് ഉണ്ടായേക്കുമെങ്കിലും ഫിറ്റ്നസ് അതിനനുവദിക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. പരിക്കുകളുടെ കരിനിഴലുകളെയും കരിയറിലെ കൈപ്പേറിയ നിമിഷങ്ങളെയും അതിജീവിച്ച് നെയ്മർ വീണ്ടും ഒരു ലോകവേദിയിലേക്ക് ചൂടേക്കുമ്പോൾ അത് വെറുമൊരു തിരിച്ചുവരവല്ല, ബ്രസീൽ എന്ന ഫുട്ബോൾ പ്രാന്തൻ രാജ്യത്തിന്റെ കോടിക്കണക്കിന് വരുന്ന ആരാധകരുടെ വിശ്വവിജയത്തിനായുള്ള കാത്തിരിപ്പാണ്. പെലെയുടെ റെക്കോർഡുകൾക്കപ്പുറം 6ാം താരം പതിച്ച മഞ്ഞക്കുപ്പായത്തിൽ നെയ്മർ ലോകകിരീടം ഉയർത്തിപ്പിടിക്കുന്ന ആ സുരഭില നിമിഷത്തിനായാണ് ലോകം കാത്തിരിക്കുന്നത്. ചരിത്രം നെയ്മറെ രാജാവായി അടയാളപ്പെടുത്തുമോ അതോ കാനറികൾക്ക് ഇത്തവണയും കണ്ണീരോടെ മടങ്ങേണ്ടി വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.